കമലാക്കർ. എടാ ചീനു, നീ എന്താടാ ഇവിടെ? എടാ ബെറ്റടാ, ഒരു 5000 ഇങ്ങ് തന്നെ പ്ലീസ്. വീട്ടിൽ അനിയത്തി കരഞ്ഞോണ്ടിരിക്കാം. നീ കാശൊക്കെ ഇവിടെ തന്നെ കളയുന്നത്രേ. എഴുന്നേക്കണം, എഴുന്നേറ്റ് വാ. എടാ ഒരു 5000 മാത്രം. ഇത് പോയാ പിന്നെ ഒരിക്കലും കളിക്കില്ല. ഇതെന്റെ മോനാണ് സത്യം. അതേടാ പ്ലീസ്, ഒരു പ്രാവശ്യം. ഇനി ലൈഫിൽ ഒരിക്കലും കളിക്കരുത്. നീയാണ് സത്യം. തീർച്ചയായിട്ടും പ്രോമിസ്. ഇന്നാ ഇത് വെച്ചോ, വേഗം തീർത്തിട്ട് വാ, നമുക്ക് പോവാം. ഇന്ന് 5000 കെട്ടിക്കോ. 4 അടിക്കണം, 4 അടിക്കണം, 4 അടിക്ക്. 4 അടിച്ചു, അടിച്ചു കേട്ടോ. എടാ 10000 കിട്ടിയത്. ബാക്കിയുള്ള കയ്യാടാ നിന്റെ. എന്താടാ ഒരു പ്രാവശ്യം വന്നതിന്റെ ലെക്കെന്ന് പറയുന്നത്? നമുക്ക് പോവാം, വാടാ. എടാ നീ തന്ന 5 ഇപ്പൊ 10 ആയേ. ഈ 10 20 ആയില്ലെങ്കിൽ നിന്റെത് ഭാഗ്യമുള്ള കയ്യുമല്ല. ഇനി ഞാൻ കളിക്കാനും പോകുന്നില്ല. എന്ത് പറയുന്നു? വേണ്ടടാ, നമുക്ക് പോവാടാ. ഒറ്റ പ്രാവശ്യം. നീയാണ് സത്യം. പ്ലീസ് നീ കെട്ടിക്കോ, കെട്ടിക്കോ. 4 അടിക്കണേ. 4 4 4 അടിച്ചടാ. ഞാൻ പറഞ്ഞതല്ലേ നിന്റെ ഭാഗ്യമുള്ള കൈയാണെന്ന്. നിന്റെ ഭാഗ്യമൊക്കെ ബെറ്റിങ്ങിലാടാ. കമലാക്കർ, ആ 20 വെക്കടാ. 20 കെട്ടിക്കോ. ജലപതി 50,000 ജയിച്ചടാ. അതുകൂടെ ചേർത്ത് 2 ലക്ഷം വെക്ക്. എന്താടാ മുഖത്തിന് ഭയങ്കര തെളിച്ചം. എടാ ഇന്ന് ഏതാടാ മാച്ച്? ഇന്ത്യയും ശ്രീലങ്ക എന്നാ തോന്നുന്നു. ശ്രീലങ്കയെ ജയിക്കും. ബെറ്റിങ്ങില് നീ എന്നെ കടത്തി വെട്ടിയല്ലോ. എന്നാ പോവാ. വെറുതെ ഇരിടാ. ജലപതി 5 ലക്ഷം രൂപ വയ്ക്കടാ. എന്റെ പണം എവിടെ? ഞാൻ എന്റെ വീട് എഴുതിത്തരാൻ എടുത്തു. എപ്പോ? ഞാൻ വാങ്ങിയ കടത്തിനും എന്റെ കുടുംബത്തിനും ഒരു ബന്ധവുമില്ല. എന്റെ മരണത്തിന് ആരും കാരണക്കാരല്ല. എന്റെ തെറ്റിനെ എന്നോട് ക്ഷമിക്കണം. പുറത്തേക്ക് വാ. പണം തരുന്നുണ്ടോ ഇല്ലയോ നീ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അത് പൊളിച്ചകത്തേക്ക് വരണോ? ഞാൻ ഇന്ന് കാശ് വാങ്ങാതെ ഞാൻ ഇവിടുന്ന് പോയില്ല. ഇറങ്ങി വാടാ. എന്റെ ചേട്ടൻ മരിക്കാനുള്ള കാരണം എന്തായിരുന്നെന്ന് ഞാൻ ഇതുവരെ ഈ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ അച്ഛന് എന്റെ ചേട്ടന്റെ പേരിൽ ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പൊ ഇല്ല. പക്ഷേ ചേട്ടൻ വാങ്ങിച്ച കടങ്ങളും ഒരുപാടുണ്ട്. 15 വർഷമായിട്ട് ഞാൻ വാടക വീട്ടിലാണ് കഴിയുന്നേ. അതിന് കാരണം നിന്റെ അച്ഛനാ. ഈ കാഞ്ചനയില ഞാൻ എന്റെ ചേട്ടനെ കാണുന്നേ. അവര് ചെറിയ സ്കൂട്ടിക്ക് ആഗ്രഹിച്ചോളൂ. ഒരു കാർ വാങ്ങിച്ചു കൊടുക്കാനുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ എനിക്കതിന് കഴിയില്ല. അതിനും കാരണം നിന്റെ അച്ഛനാ. അവളുടെ അമ്മ അവൾക്ക് വേണ്ടി സൂക്ഷിച്ച ആ വീട് പോലും എനിക്ക് വിൽക്കേണ്ടി വന്നു. നീ കൂടെ ഇരുന്ന ആളല്ലേ? ഇതിനും കാരണം നിന്റെ അച്ഛനാ. ഇനി നീ പറ, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ കാഞ്ചനയെ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കോ എന്ന്? പറയേ. അയക്കില്ല സാർ. പുറത്തു പോ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ദുഃഖിച്ചിരുന്ന എനിക്ക് സഹിക്കില്ല. ഞാൻ പ്രത്യേകിച്ച് നിന്നോടൊരു കാര്യം പറയാം. എങ്ങനെയോ ചേട്ടനോ അനിയനോ മരിച്ച അവരുടെ കാശടിച്ചു മാറ്റുന്ന ഈ ലോകത്ത് ഞങ്ങളുടെ രാജ് അവന്റെ ചേട്ടന്റെ അഭിമാനം കാക്കാനാ നോക്കുന്നത്. അതുപോലെ അവനെ ഒന്ന് മനസ്സിലാക്കാൻ. പക്ഷെ ഒരു കാര്യം, അവന് ഒരിക്കൽ ഫിക്സ് ആയി കഴിഞ്ഞാൽ ദൈവം ഒന്ന് പറഞ്ഞാലും മാറില്ല. അവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം സമ്മതിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് മുത്തശ്ശ?
നീ എന്താ ചെയ്യേണ്ടത് നിന്റെ അനുഭവം തന്നെ പറയും. നോക്കൂ, നിന്നെ കാണുമ്പോഴൊക്കെ എന്റെ മോന് നിന്റെ അച്ഛനെയാ ഓർമ്മയിൽ വരുന്നത്. പക്ഷെ നിന്നെ വേണോ ഓർമ്മയിൽ വരുത്താൻ? അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരോടും ഞാൻ വരാൻ പറഞ്ഞില്ല, നിങ്ങൾ തന്നെയാ വന്നത്. എന്തിനാ വന്നതെന്ന് അറിയില്ല. ഞാൻ അയ്യപ്പനെ തൊഴാൻ വേണ്ടി വന്നതാ. സ്വാമിയേ ശരണമയ്യപ്പ. അല്ല, നിന്റെ മുത്തശ്ശൻ എന്താ പറഞ്ഞിട്ട് പോയെ? ദൈവം തമ്പുരാൻ പറഞ്ഞാലും കൊച്ചച്ഛൻ സമ്മതിക്കില്ല. മുമ്പോട്ട് വാ. ആ, ഇവിടെ അല്ല, അവിടെ. ഓ, എന്താന്ന് വെച്ചാ നീ ഇംപ്രസ് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യാൻ. ചെയ്തേക്കാലോ. എങ്ങനെ? മേ കം ഇൻ സർ? Come in, please. ഇരിക്കൂ. താങ്ക് യു സർ. നിന്റെ പേര് കപിൽ, ക്വാളിഫിക്കേഷൻ ബിടെക്, ടെക് സൊല്യൂഷനിൽ ജോലി, സാലറി അറൌണ്ട് 60K. ഐ റൈറ്റ്? സർ, എന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എനിക്കെല്ലാം അറിയാം. നിന്റെ കൂട്ടത്തിൽ ഒരുത്തനെ കാണാലോ, ഡാർക്കും ഡീസന്റ് ഡിഗ്നിഫൈയുമായ ഒരുത്തൻ. ഡീസന്റ് ഗായോ? നിന്റെ ഫ്രണ്ട് അവൻ വന്നിട്ടുണ്ടോ? ഓ, അവനാ സർ, വന്നിട്ടുണ്ട്, പുറത്തുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും ജോബ് ജോബ് കൺഫേംഡോ? ആ സർ, ഇന്റർവ്യൂ പോലും ചെയ്തിട്ടില്ല. ഇതിന് പാർലമെന്റ് ജോലിയൊന്നുമല്ലോ, പ്ലോട്ട് വെക്കുന്ന ജോലിയല്ലേ. ഇതൊക്കെ മതി. ഓ, താങ്ക് യു സർ. യെസ്, വിത്ത് പ്ലഷർ. സർ, ചെറിയൊരു ഡൗട്ട്. വൈ ലൈറ്റ്? നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് സർ. നാളെ ആ ഡാർക്കും ഡീസന്റ് ഡിഗ്നിഫൈയുമായ ആളുടെ കൂടെ വരില്ലേ, അപ്പൊ ക്ലാരിറ്റി കിട്ടും. ഓ, നാളെ ഷാർപ്പ് 9 o'clock ഇവിടെ എത്തണം. ഷുവർ സർ. ഒരുപാട് പണിയുള്ളതാ. ഇത് എന്തോ ഒരു ഉൾക്കുത്തുണ്ടല്ലോ. മച്ചു 8:50, 10 മിനിറ്റ് നേരത്തെ വന്നു. മാഷ ഞങ്ങളൊന്ന് ആശീർവദിക്കേ. ഒന്ന് വാടാ. മേഡം, സ്പെഷ്യൽ സ്വീറ്റാ, പ്രസാദാ. ഓഫീസിൽ എല്ലാവർക്കും കൊടുത്തേക്ക്, പ്രത്യേകിച്ച് നിങ്ങൾ കഴിക്കണം. ഞാൻ ബോസിനെ ഒന്ന് കണ്ടിട്ട് വരാം. വാ. രാമു, ഈ ചെക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. സാർ, സ്വീറ്റ്സ്. സർ, ഇന്നാണ് ജോബിൽ ചേർന്നിരിക്കുന്നത്, ഒന്ന് ബ്ലെസ് ചെയ്യുകയാണെങ്കിൽ. ഷുഗർ ഫ്രീയാ സാറേ, കഴിച്ചോളൂ. നടക്കാം. അമ്മാവൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അതാ ഇത്രയും സ്ട്രിക്റ്റ്. ഇത് നമ്മൾ അവർക്കാണ് കൊണ്ടുവന്നത്, മാനേജറിന്. നിന്നെ കണ്ടിട്ട് എന്നെ കാണാതെ സെലക്ട് ചെയ്തേനെ. ഞാൻ തന്നെ ഇത് അവർക്ക് കൊടുക്കാൻ പോവാ. ഡിയർ ബോയ്സ്, ഇന്ന് നമ്മുടെ ടീമില് പുതിയ 2 പേര് വരാൻ പോവാ. ആരാ സാർ അവര്? ദാ വന്നല്ലോ, ഇവര് തന്നെയാ. ഒരുത്തൻ ലെജൻഡ്, മറ്റവൻ സെലിബ്രിറ്റി. മച്ചു, എന്താടാ ആ ഫേസ് ഓർമ്മയുണ്ടോ? ഇന്നലെ തൊട്ട് ഞാനും അതന്നെയാണ് ആലോചിക്കുന്നത്. എടാ, പ്ലോട്ട് വിൽക്കാൻ വന്നില്ലേ അവനാ ഇത്. എടാ, അതെടാ. ഹേയ്, അങ്ങനെ ഷോക്കാണ്ട കാര്യമൊന്നുമില്ല. വെൽക്കം കപിൽ ആൻഡ് വെൽക്കം മൈ ഡാർക്ക് ആൻഡ് ഡിഗ്നിഫൈഡ് ഡീസന്റ് ശ്രീനിവാസ മൂർത്തി. നമ്മള് കുടുങ്ങിയടാ. ഇരിക്കെ. യാ. അപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാൻറ്റീനിൽ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്നു. സാർ, എയർപോർട്ടിൽ ഫ്ലോട്ട് ഉണ്ട്, വാങ്ങുന്നോ എന്ന് ചോദിക്കും. ഫ്ലോട്ട് വാങ്ങിയ ഫ്ലൈറ്റ് ഫ്രീ ആയി തരുമെന്ന് ചോദിക്കും. മച്ചു, അത് ഞാനാടാ. എന്തൊരു ഫ്ലൈറ്റ് ഒക്കെ എങ്ങനെ സാറേ ഫ്രീ ആയിട്ട് തരുമെന്ന് പറയും. അപ്പൊ അവിടെയുള്ള ഫ്ലോട്ട് ഞങ്ങൾ എന്തിനാ വാങ്ങുന്നെന്ന് ചോദിക്കും. അങ്ങനെയല്ലേ ശ്രീനിവാസമൂർത്തി? അങ്ങനെയും പറയാം സാറേ. പറയും. അപ്പൊ അടുത്ത ഓഫർ കൊടുക്കാം സാർ. 20 ഏക്കർ 2 ലക്ഷം എന്ന് പറയും. 2 വർഷം കണ്ണടച്ച 20 ലക്ഷം എന്ന് പറയും. അവന്റെ ഒരു 2 വർഷം കണ്ണടച്ച കണ്ണ് തന്നെ പോവും. 50 ലക്ഷം രൂപ ചെലവാകുകയും ചെയ്യും. പക്ഷെ അവൻ വലിയ ജോക്കാണെന്നാ വിചാരിക്കുന്നത്. ജോക്കോ? പറഞ്ഞത് കറക്റ്റ് അല്ലേ ശ്രീനിവാസ്? കറക്റ്റ് ആയിരിക്കും സാറേ. കറക്റ്റ് ആയിരിക്കും. ശരി, ഇവനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവന്റെ അടുത്ത് നിൽക്കുന്നവനെ സീക്രട്ടായി വലിച്ച്. മച്ചു, ഇത് നീയാടാ. മിണ്ടാതിരിക്കുക. സാർ, നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നിങ്ങളൊരു 10 ഫ്ലോട്ട് വിറ്റ് തന്നാ നിങ്ങൾക്കൊരു ഫ്ലോട്ട് ഫ്രീ എന്ന് പറഞ്ഞു. നല്ല ഓഫർ അല്ലേ? അതിനാവും പറഞ്ഞു. ഏയ്, എന്നെ കണ്ടിട്ട് തനിക്കൊക്കെ എന്താണ് തോന്നുന്നത്? ബാഗും തോളലിട്ട് നടക്കുന്ന ഡീസന്റായ പിച്ചക്കാരനാണെന്നോ? അങ്ങനെയല്ലേ കപിൽ? അങ്ങനെയും പറയാം സാർ. എന്ത് പറയാനാടാ, പറഞ്ഞില്ലേ അത്? സോ, ചില കസ്റ്റമേഴ്സ് ബഹളമുണ്ടാക്കും, ചിലര് തല്ലുമുണ്ടാക്കും, ചിലര് തമാശയാണെന്ന് വെച്ച് കളിയാക്കും. പക്ഷെ എല്ലാവർക്കും ഒരു ദിവസമുണ്ടാകും. എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഓൺ ഡേ. എന്ന് വെച്ചാൽ എന്താ ശ്രീനിവാസ്? എല്ലാ നായിനൊരു ദിവസം ഉണ്ടാവും പറയുന്നതാ. എക്സ്ട്രീംലി ഗുഡ് ട്രാൻസ്ലേഷൻ. നിന്റെ കിട്ടൊക്കെ ഞാൻ നല്ല പണി തരാടാ. സോ ഗൈസ്, എന്താടാ പറഞ്ഞ? എനിക്ക് വെച്ചിട്ടുണ്ടെന്ന്. എന്ത് നിന്നെയോ? അവര് തുപ്പിയല്ലെങ്കിൽ തുടച്ചേക്ക്. പക്ഷെ ഫ്രൂട്ട്സ് വിൽക്കണം. ഇന്ന് മുതൽ നിങ്ങളുടെ ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ്. കം ഓൺ, cheer up guys.